ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് പോപ്പുലറായിട്ട് 5 ദിവസം കൊണ്ട് നേരത്തെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിൻ്റെ തിരക്കാണ്. കാരണം നമ്മളെ വീഡിയോ കണ്ട് വിശ്വാസം വന്ന് അവർക്ക് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ അങ്ങനെ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സൈറ്റിൽ ലാസ്റ്റ് ദിവസമാണ്, അതായത് ഫസ്റ്റ് ഫ്ലോർ ലിൻഡിൽ സൺസൈഡ് ലെവൽ ഇന്ന് കെട്ടി ലെവലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വേറെ മേസ്ത്രിമാർ പണി ചെയ്യുന്നത് ഇതിൽ കാണിക്കാത്ത എന്താണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റീസണും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കെട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ കെട്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പീഡിന്, അതായത് നമ്മൾ ഒരു കോൺട്രാക്ടർ ഒരു വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ അത് റേറ്റിനായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ലേബർ റേറ്റിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്ടറിനെ സംബന്ധിച്ച് പുള്ളിക്കാരന് ഒരു നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം, ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു നഷ്ടം വരരുത്. അപ്പോൾ നഷ്ടം വരാതിരിക്കാൻ പല രീതിയുണ്ട്. ഉടായ്പ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് കള്ളപ്പണി എന്നൊക്കെ പറയും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് അടുത്തൊരു വർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെയല്ല, മുഖ്യ ആൾക്കാരും സത്യസന്ധമായിട്ട് ആണ് വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെയാണ്. ഞങ്ങളും ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് മനസ്സറിഞ്ഞ്, അതായത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 3 മേസ്തിരിയുണ്ട്, 3 ഹെൽപ്പറുണ്ട്. ഇത് എൻ്റെ മാത്രം ഒരു സൈറ്റല്ല, ഞങ്ങളൊരു ടീം വർക്കാണ്. ഒരു ടീം വർക്കായിട്ട് നമ്മൾ ജോലിക്കാർ അങ്ങനത്തെ ഒരു ബന്ധമല്ല നമ്മളെ സൈറ്റിലുള്ളത്. കൂട്ടുകാരന്മാർ, സുഹൃത്തുക്കൾ, ഒരു ടീം വർക്കായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മളെ ഓരോ സൈറ്റിലും നമുക്ക് വിജയം കാണാൻ പറ്റുന്നത്, നമുക്കൊരു നഷ്ടം വരാതെ വർക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ഇതുവരെയായിട്ടും വർക്കുകൾ ചെയ്തിട്ട് ഒരു നഷ്ടം വന്നിട്ടില്ല. ചെയ്ത വർക്കുകൾ ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കിച്ചണിൽ ജനൽ വയ്ക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കിച്ചണെന്നല്ല ബെഡ്റൂം ആയാലും എവിടെയായിരുന്നില്ല, നമ്മൾ വിൻഡോ വയ്ക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഗ്യാപ്പ് കാണും. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഗ്യാപ്പ് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളോ ബ്രിക്ക് കട്ട് ചെയ്ത് അതിനകത്ത് വെച്ച് ടൈറ്റ് ചെയ്യണം. ഞാൻ 1-2 സൈറ്റിൽ കണ്ടു. കാരണം ഇവർ സെൻസേർഡ് കോൺക്രീറ്റ് ചെയ്യുന്നു, പക്ഷേ ഈ ജനലിൻ്റെ അടിയിലൊന്നും ഇത് വെച്ച് പാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്യാതെ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനൽ പാളി ഈ തടി കൊണ്ട് ബെൻഡാവും. കാരണം അത്രയും വെയിറ്റ് ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ ഇത് കൊണ്ട് ബെൻഡാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവർ ഈ വർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ പിന്നീട് വിചാരിക്കും പ്ലാസ്റ്ററിങ് ചെയ്യാൻ നിർത്തി ചെയ്യാമെന്ന്. അതിപ്പോൾ നമ്മൾ ഈ സൈഡിൽ വെച്ചിരിക്കണമെങ്കിൽ കാണുമ്പോൾ അറിയാം, നമ്മൾ ഒരു സൈഡിൽ ഒരു വാതിൽ, 2 ജനൽ, എത്ര ജനലാണോ വരുന്നത് ആ ജനലിൻ്റെ ഏറ്റ് പിടിക്കുന്നത് അങ്ങേറ്റം ഇങ്ങേറ്റം നൂല് കെട്ടി എല്ലാം വാതിലും ജനലും എല്ലാം കറക്റ്റ് നൂല് ലെവലിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒറ്റ ഏറ്റായിട്ട് തോന്നും. മറ്റേത് നമ്മൾ ഒരു ഉദ്ദേശം ഓരോ ജനലും പൂശുകലം വെച്ച് കോല് വെച്ച് പൂശുകലം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഓരോന്നും ഓരോ രീതിയിൽ നിൽക്കും. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കും, മെയിനായിട്ട് പെയിൻ്റ് അടിക്കാൻ നേരത്ത്. അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് പല ആൾക്കാർക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പണിക്കാർ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വീട്ടുകാരും, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓണേഴ്സും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റും ഫിനിഷായി. ഇവിടെ വരുന്നത് ഒരു സ്റ്റെയർ റൂമാണ് വരുന്നത്. പിന്നെ നേരെ വരുന്നത് ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. പിന്നെ ഇതിൻ്റെ കോർണറിലൊക്കെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇതിൻ്റെ കോർണറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ പില്ലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പില്ലറിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒരു പില്ലർ വീതം ഓരോ മൂലയിലും ഓരോ പില്ലർ കൊടുക്കുന്നത് എന്തുകൊണ്ടും അത് ബെറ്ററാണ്. നമ്മളെ കയ്യിൽ വരുമാനം, നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പില്ലർ കൊടുക്കാം, അതിന് ഒരുപാട് ചിലവൊന്നും വരില്ല. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം പില്ലർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് മേളിൽ ബീം വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെയും കൂടി പില്ലർ കൊടുത്തത്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് എല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് നമുക്ക് രണ്ടാമത് ഒരു ചാൻസ് വരരുത്, പൊളിച്ച് രണ്ടാമത് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും വളരെ കെയർ ചെയ്ത് അത്രയും വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തേക്ക്.